ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോ തൊട്ട് നമ്മുടെ സാധാ സ്മാർട്ട് ഫോണിൽ തന്നെ നമ്മുടെ പൈത്തൺ എങ്ങനെ ലേൺ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പി സി ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ പൈത്തണ് ലേൺ ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് നമ്മുടെ പൈത്തണെ കമ്പൈൽ ചെയ്യാനും അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് അടിക്കുക. ഈ ഒരു വേർഡ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അടിക്കുക. ഈ വേർഡാണ്. ഈ ഒരു വേർഡ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തുള്ള പേജ് വരും. ഇവിടെ തന്നെ നിങ്ങൾ ആദ്യം ഗൂഗിളിൻ്റെ ഈ ഒരു കൊളാബറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. കാരണം ഈ ഒരു ഗൂഗിൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇറക്കിയിരിക്കുന്നത് ML അതായത് മെഷീൻ ലേണിംഗ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഇതുപോലത്തുള്ള ഒരു പ്ലാറ്റ്ഫോം ഇറക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ സാധാരണ പി സിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ML അതുപോലെ തന്നെ AI പോലെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ CPU ഒക്കെ ആവശ്യമുണ്ട്. എന്നാൽ ഈ ഒരു കൊളാബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ വിർച്വലായിട്ടുള്ള CPU ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ML AI പോലുള്ള മോഡലൊക്കെ നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലേൺ ചെയ്യുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് ML അതുപോലെ തന്നെ AI എന്താണ് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇതിന് അതായത് കുറേ കപ്പാസിറ്റി വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ കൊളാബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വിൻഡോയിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആയിട്ട് റിട്ടേൺ ചെയ്ത കുറച്ച് കോഡൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഞാൻ ഉപയോഗിച്ച കുറച്ച് കൊളാബ് ഫയൽസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയൽസ് വേണം നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗിറ്റ് ഹബിലുള്ളത് വേണം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു കൊളാബ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ന്യൂ കൊളാബ് എന്ന് വേണ്ടി ക്ലിക്ക് ചെയ്യാം. ന്യൂ കൊളാബ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് വേണ്ടി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി, അതായത് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കാം. പക്ഷേ നിങ്ങൾക്കൊരു ബിഗിനർ പ്രോഗ്രാമിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു നോട്ട് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെൽക്കം വിൻഡോയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നമ്മുടെ സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എങ്ങനെയാണ് വരുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ കൊളാബ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഈ രീതിയിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. ഇത് വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ പി സിയിലും ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലും ചെയ്യാം. കുറച്ചുകൂടി നല്ലത് പി സിയിൽ ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് മൊബൈലിൽ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് മൊബൈലിൽ ചെയ്യുന്നതിനുണ്ട്, എന്നാലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻ്റർഫേസ് പരിചയപ്പെടാം. മുന്നിൽ വരുന്ന വീഡിയോയിൽ ഇതെങ്ങനെ നമ്മുടെ പൈത്തൺ ലേൺ ചെയ്യാമോ, A തൊട്ട് Z കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പൈത്തണിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർഫേസിൽ നമുക്ക് ആദ്യം തന്നെ ഉള്ളത് ഈ ഒരു മെനു ആണ്. നമുക്ക് ആദ്യം മോഡൽ നോക്കാം. മോഡൽ നമുക്ക് രണ്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോഡാണ്. ഈ നമ്മളൊരു കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയൊരു സെൽ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഇതാണ് സെല്ലെന്ന് പറയുന്നത്. ഈ ഒരു കറുത്ത ബ്ലോക്കിന് നമ്മൾ സെല്ലെന്ന് പറയും. ഈ കറുത്ത ബ്ലോക്സിന് നമ്മൾ സെല്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പുതിയ സെല്ല് ഓപ്പൺ ആയിട്ട് വരും. ഈ സെല്ലിൽ തന്നെ നമുക്ക് ആ സെല്ലിലുള്ള കമാൻഡ് മാത്രം റൺ ചെയ്യണമെങ്കിൽ, അതായത് ആ സെല്ലിലുള്ള കോഡ് മാത്രം റൺ ചെയ്യണമെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു പ്ലേ ബട്ടൺ ഉണ്ട്. ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ അകത്തുള്ള കമാൻഡ് മാത്രം റൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഞാനെന്തോ കമാൻഡ് കൊടുത്തിട്ടില്ല, പ്രോഗ്രാമിംഗ് കോഡൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് ചെറുങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കണക്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വിർച്വലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിങ് കണക്ട് ചെയ്യാനാണ്. കുറച്ച് ടൈം എടുക്കുന്നത് കണക്ട് ചെയ്യാൻ. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് CPU അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. റാമും അതുപോലെ തന്നെ ഡിസ്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എത്ര റാം അതുപോലെ ഡിസ്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് നമ്മൾ അങ്ങനെ പൊതുവെ ഉപയോഗിക്കാറില്ല. അതായത് നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ കോഡിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾക്ക് വേണ്ടി ബിലോ ഈസ് empty എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിൻ്റെ താഴെ വേണമെങ്കിൽ അടുത്തൊരു കോഡ് ഇടാൻ പറ്റും, നമുക്ക് കോഡ് ബ്ലോക്ക് ഇടാൻ പറ്റും.
എനിക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പറയുന്നതിനേക്കാളും കാണുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഇതാണ് കോഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഡും ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല, അപ്പോൾ നിങ്ങൾ കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് സൈഡ് വിൻഡോ ആണ്. സൈഡ് വിൻഡോയിൽ നമുക്ക് അങ്ങനെ പൊതുവേ എല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ഡയറക്ടറി ആണെങ്കിൽ നമുക്കിവിടെ ഡയറക്ടറിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഫയലൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെയുണ്ട്. ഈ ഒരു ഫയൽ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ആവശ്യമില്ല. ഡിലീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മൊബൈലിലാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കുഴപ്പമില്ല, ഇവിടെ ഡിലീറ്റ് ചെയ്യാനും പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. ബാക്കി ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മെയിനായിട്ടുള്ള വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ പൈത്തണിൻ്റെ ബേസിക് തൊട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.